dears, welcome to Xylem learning. മക്കളെ എന്താ നിങ്ങൾ കാണുന്നത് മേ എന്നാണല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എങ്ങനെ വായിക്കും? മേ മേ എന്താണ് മേ മേ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഒരുപോലെയാണ് എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും എന്താണ് ഇതിന്റെ മീനിങ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്താണ് മേ? മേ എന്ന് പറഞ്ഞാൽ ഞാനാണ്. ശരിക്കും നിങ്ങൾ ഇവിടെ നമുക്ക് കാണാം രണ്ട് എന്റെ ചിഹ്നം ഉണ്ട് അല്ലെ? ശരിക്കും അത് ഐ എന്നാണ്. മൈ എന്ന് നമ്മൾ ഒരിക്കലും വായിക്കില്ല. അവിടെ ഒരു എ ഉള്ളൂ, ഒരു എന്റെ ചിഹ്നം മാത്രം നമ്മൾ അവിടെ നോക്കിയാൽ മതി. ഒന്ന് സൈലന്റ് ആണ്, അപ്പൊ അത് മേ എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ മീനിങ് എന്താ? ഈ രണ്ട് വരയും കുത്തും കണ്ടില്ലേ മക്കളെ? ഇവിടെ വരുന്നത് ഐ, ഞാൻ എന്നാണ് ഇയാളുടെ അർത്ഥം. എന്താണ്? ഞാൻ. അതേസമയം അടുത്ത ആളോ മേ. മേ എന്ന് പറഞ്ഞാൽ ഇന്നാണ്. നമ്മൾ വിഭക്തി പ്രത്യയം എന്നൊക്കെ പറയും. നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ, നമുക്ക് പല സെന്റൻസിലും നമുക്ക് പറയേണ്ടി വരാറുണ്ട്. ഇപ്പൊ നമുക്കൊരു ഫോൺ വന്നാൽ അഭി മേ ഗർമേ അല്ലെ, ഗർമേ വീട്ടിൽ, ക്ലാസ് മേ ക്ലാസ്സിൽ, ബാഗ് മേ, കിതാബ് മേ ബുക്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനാണ്, ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ ആവശ്യം വരുന്ന ആളാണ് നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള മേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇൻ എന്നാണ്. നമ്മൾ ആദ്യത്തേത് എന്താണ്? ഞാൻ എന്നാണ്. അപ്പൊ നമുക്കറിയാം മേ ലടുക്കി അല്ലെ, മേ വിദ്യാർത്ഥി ഹൂ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പറയുമ്പോൾ ഞാൻ എന്ന അർത്ഥമാണ്. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വരയുടെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ അർത്ഥത്തിൽ വലിയ വ്യത്യാസമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെ? നിങ്ങളുടെ വലിയൊരു തെറ്റാണ് ഇപ്പൊ നമ്മളിവിടെ തിരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എപ്പോഴും നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോൾ സൂക്ഷിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എഴുതി പോവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.